ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിട്ടിക്കൽ ടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ 23,440 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ മാർക്കറ്റ് 23,600 ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇത് ഏകദേശം 150ഓളം പോയിന്റോളം മൈനസിലാണ് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നാളെ ഗ്യാപ് ഡൗൺ മാർക്കറ്റ് ആണ് ചാൻസ് വളരെ കൂടുതൽ. അമേരിക്ക മാർക്കറ്റ് ഒരു 0.7 അടിച്ചിട്ടുണ്ട്. S&P ഏകദേശം 1.5% അടിച്ചിട്ടുണ്ട്. അത് കൂടാതെ നാസ്ഡാക്കും ഏകദേശം 2.5% നാസ്ഡാക്ക് അടിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല അടിപൊളി അടാറ് സെല്ലിംഗ് ഉള്ള മാർക്കറ്റായിരുന്നു വേൾഡ് മാർക്കറ്റ് മൊത്തം സംഭവിച്ചത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിലും അതേപോലെ സെല്ലിംഗ് മാർക്കറ്റിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ മാർക്കറ്റ് നാളെ ഗ്യാപ് ഡൗണിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യാവുന്നത്. സോ നാളെ ഗ്യാപ് ഡൗണിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നാളെ മാർക്കറ്റിൽ എന്തൊക്കെ മൂവ്മെന്റ് താഴേക്ക് വരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും കൃത്യമായിട്ടുള്ള ലെവൽസ് നിങ്ങൾ വർക്ക് ചെയ്യണം. സോ നിങ്ങളത് കൃത്യമായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ലെവൽ കൊണ്ട് ഫോളോ ചെയ്യാനും അതുവഴി ട്രേഡ് ചെയ്യാനും സാധ്യമാകുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇന്നലത്തെ വീഡിയോ മെനങ്ങാനത്തെ വീഡിയോ ഞെട്ടിട്ടായിരുന്നു. ആ മെനങ്ങാനത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയുടെ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ആയുള്ള ലെവൽസും ആ കുറെ കാര്യങ്ങളും. അത് കൂടാതെ വീക്കിലി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നും ആ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഈ വീക്കിലിയുടെ റിവ്യൂവിന്റെ വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പൊ നാളെ നമ്മുടെ മാർക്കറ്റിൽ എന്തെങ്കിലും കുറച്ച് ന്യൂസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നാളെ ഈ വരാൻ പോകുന്ന കുറച്ച് കഴിഞ്ഞ ആഴ്ച വന്ന അമേരിക്കൻ മാർക്കറ്റ് ന്യൂസ് ഒക്കെ വളരെ പോസിറ്റീവായി ഇതായും കൂടെ നാളെ നമുക്ക് വലിയ ന്യൂസ് എന്ന രീതിയിലില്ല. നാളെ നമ്മുടെ ജപ്പാന്റെ കുറച്ച് ഒന്ന് രണ്ട് ചെറിയ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ വരാമുണ്ടെങ്കിൽ കൂടെ നമുക്ക് നാളെ US വലിയൊരു ഡേറ്റ അങ്ങനെയൊന്നും നാളെ കാണുന്നില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ലെസ് ആയിട്ടുള്ള ന്യൂസ് വരുന്ന ദിവസമാണ് നാളെ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ന്യൂസ് ഓറിയന്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെന്റ് വരില്ല. മാർക്കറ്റിന് ട്രെൻഡ് അനുസരിച്ചുള്ള മാർക്കറ്റ് മൂവ്മെന്റ് വരാനുള്ള ചാൻസ് വളരെയധികം നാളെ നമുക്ക് കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് നിഫ്റ്റി. സോ നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഒരു നോർമൽ ഡേ ആയിരുന്നു. നമ്മൾ മാർക്കറ്റിൽ ഒരു ഡൗൺവേർഡ് മൂവ് മാർക്കറ്റ് വന്നെങ്കിൽ കൂടി അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആ ഭാഗത്ത് നിന്ന് അവൻ ചെറിയൊരു സ്പൈക്ക് താഴേക്ക് തന്നെങ്കിൽ കൂടെ ഒരു നോർമൽ ഡേ സ്ട്രക്ചറിലായിരുന്നു നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ 23,594 എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു POC സപ്പോർട്ടിന്റെ ഭാഗത്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ 23,594 എന്ന് പറഞ്ഞ ഈ POC, അതിന് താഴെ 23,534 എന്ന് പറഞ്ഞ ഈ രണ്ട് POC വളരെയധികം ഇമ്പോർട്ടന്റ് ആയ സപ്പോർട്ട്സ് ആണ്. നമ്മുടെ ഇലക്ഷൻ സമയത്തുള്ള ബൈയിങ് ഏരിയ ആണ്. അതിന് മുകളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഇന്നത്തെ POC 23,614 നമ്മളെ സംബന്ധിച്ച് നിഫ്റ്റിയുടെ POC. സോ ഞാൻ നമ്മുടെ നിഫ്റ്റിയുടെ POC ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. നമുക്ക് കൃത്യമായി മാർക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ അത് കൃത്യമായിട്ട് 5 മിനിറ്റ്സ് ചാറ്റിൽ ഫോളോ ചെയ്യാൻ സാധിക്കും. ഇപ്പം 23,000 നമ്മളെ സംബന്ധിച്ചുള്ള 614 നമ്മളെ സംബന്ധിച്ചുള്ള നിഫ്റ്റിയുടെ POC. ഇന്നത്തെ POC ആണ്. 594 ഇമ്പോർട്ടൻസ് മാർക്കറ്റിലേക്ക് മാറിയിട്ടുണ്ട്. അത് പകരം അതിപ്പം 594 POCയുടെ ഭാഗത്തേക്ക് മാറി. സോ ഈ 534 ആണ് നമ്മളെ സംബന്ധിച്ചുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെയറിഷ് റഫറൻസ്. എത്രയാണ്? 23,534 നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ്. ഓർത്തോളുക. അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലും. 23,534 നമ്മുടെ ബെയറിഷ് റഫറൻസ്. ഓർത്തോളുക. മാർക്കറ്റ് നമ്മൾ ഈ ഭാഗത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും 23,534 ബെയറിഷ് റഫറൻസ്. സോ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 23,448 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സിംഗിൾ പ്രിന്റ് എത്രയാണ്? 23,474 ഈ LBN സോൺ. ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 23,474. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള LBN, ലോ വാല്യൂ നോഡ്, അതായത് POC. അത് കഴിഞ്ഞാൽ HBN. അത് കഴിഞ്ഞ മൂന്നാമത്തെ ഓൾ ഇൻ കോൺസെൻട്രേറ്റ് ഏരിയ ആണ് 23,474. ഇതാണ് നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട്. ഓർത്തോളുക, ഇതാണ് നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട്. 23,474 താഴെ നിൽക്കുകയാണെങ്കിൽ 23,426, അതായത് 23,426. S2 എന്ന് പറഞ്ഞാൽ 23,426. ഓർത്തോളുക, ഇത് വരും. അതിന് താഴെ നമ്മളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടുത്ത വരാൻ പോകുന്ന 23,383. കുറെ സീരിയസ് സപ്പോർട്ട് ഇവിടെ ഉണ്ട്. 23,383. അപ്പൊ ഓർത്തോളുക, ഇത് കുറച്ച് സീരിയസ് ആയ സപ്പോർട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ S3യും കൂടെ ഞാൻ നിങ്ങളെ മനസ്സിൽ വയ്ക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് S3. സോ അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടുത്ത വരാൻ പോണ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 350 താഴെ അടുത്ത വരാൻ പോണ സപ്പോർട്ട് 23,299. അതാണ് നമ്മളെ S4. അതാണ് ഞാൻ പറഞ്ഞ 23,300 മാർക്കറ്റ് വരെ ചോദിച്ചത് ആൻസർ S4 ആയ
23,299 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. അപ്പൊ ഓർത്തോളുക, ഈ 23,534 താഴെ നിൽക്കുകയാണെങ്കിൽ 474, 426, 383, അതിന് താഴെ 299 അഥവാ 300ന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഓർത്തോളുക, ആദ്യം പോകേണ്ടത് 23,677 മുകളിൽ നിന്നാൽ മാത്രമേ ബുള്ളിഷ് റഫറൻസ് ഉള്ളൂ. 23,677, 23,677 നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ്. അതിന് മുകളിൽ നിന്നാൽ മാത്രമേ ഈ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ മതി. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 23,650 മുകളിൽ നിൽക്കുന്ന ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ 23,760 എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചത്തെ പി യു സിയുടെ ഭാഗത്തേക്ക് പോവാം. 23,061 എന്ന് പറയുമ്പോൾ 23,760 ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഏരിയ. സോ ഞാൻ ബ്ലാക്ക് കളർ വയ്ക്കാം, ഇതും നമുക്ക് ബ്ലാക്ക് കളർ അങ്ങ് വെക്കാമല്ലോ. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത 760 മുകളിൽ അടുത്ത് നിൽക്കുകയാണെങ്കിൽ 23,849 എത്രയാണ്? 23,848 23,849 ആണ് R2. അപ്പൊ ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മോൾ. ഞാനിത് R2വിന് അപ്പുറം നിർത്തി കൊണ്ടുപോകുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല, മാർക്കറ്റ് മോളോട് കയറണമെങ്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് വരണം. സോ ഓർത്തുകൊള്ളുക, 677 മുകളിൽ നിൽക്കണമെങ്കിൽ 760, 760 മുകളിൽ നിൽക്കണമെങ്കിൽ 849 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതലാണ്. ഞാൻ എന്തുകൊണ്ട് R3ക്ക് പറയുന്നത് വെച്ചാൽ, എനിക്ക് 90% മാർക്ക് നാളെ അടിക്കാനുള്ള ചാൻസ് ആണ് ഉള്ളത്. ഇപ്പം നാളെ ഗ്യാപ്പിനും കൂടെ ആയതുകൊണ്ട് ഈ അടി കൊതുകെ കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്തിനാ R2ൽ വെച്ച് നിർത്തിയത്. സോ ഇത് നമ്മുടെ നിഫ്റ്റിയുടെ ലെവൽ കൃത്യമായി നിങ്ങൾ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി പെർഫെക്റ്റ് ഒരു ബാലൻസ് ഡേ ആയിരുന്നു ഇന്നലെ. നമ്മുടെ ബാലൻസ് ഏരിയക്ക് ആശം പൊട്ടിയതിന് ശേഷം ബാങ്ക് നിഫ്റ്റി അത്രയ്ക്ക് അങ്ങോട്ട് വലിയ ഡൗൺവേർഡ് മൂവ്മെന്റ് വന്നില്ലെങ്കിൽ കൂടെ അത് നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് തന്നായിരുന്നു, താഴേക്ക് പോയെങ്കിൽ കൂടി ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. അതിന്റെ പി ഒ സി വന്നിരിക്കുന്നത് 50,320 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. സോ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവലിൽ നിങ്ങൾ നോക്കേണ്ടത് ഇന്നത്തെ പി ഒ സി എത്രയാണ്? 50 പി ഒ സി എന്ന് പറയുമ്പോൾ 50,320 ഭാഗത്താണ് പി ഒ സി വന്നിരിക്കുന്നത്. ഓർത്തോളുക, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർത്തോളുക. അത് ആ പി ഒ സിക്ക് താഴേക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആ പി ഒ സിയുടെ കളർ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കാം. എന്താണ് പി ഒ സിയുടെ കളർ? മാഗ്നീറ്റ്, അത് കൊടുത്തു. സോ നമുക്ക് നോക്കേണ്ട ബെയറിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഇതായ 50,156 നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ്. എത്രയാണ്? 50,100 ഇന്നത്തെ ലോ ഓർത്തുള്ള 50,062 50,062 നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ്, എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ് അതാണ് 50,060. ഇന്നലത്തെ ലോ, കഴിഞ്ഞ ആഴ്ചത്തെ ലോ ആണ്. അതിന് താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സെല്ലിംഗ് മാത്രം തിരിച്ചറി 50,062 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന നിലയിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 49,920. എത്രയാണ്? 49,900. S1 ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? S1 49,925. അത് ചെറിയ അടുത്താണ്. ഈ 49,925 പൊട്ടുകയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനും, അതിന്റെ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത് വരാൻ പോണ 49,710. ഫസ്റ്റ് S2 എത്രയാണ്? 49,710 നമ്മളെ സംബന്ധിച്ചുള്ള S2. അത് കൃത്യമായി മാർക്ക് ചെയ്യുക. S2 710. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് 49,514. S3 എന്ന് പറഞ്ഞാൽ 49,514. അതിന് താഴെ നമ്മളെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എത്ര വരെ പോവാം? അടുത്തതായ 49,300 എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡറി ലെവലിലേക്ക് വരാം. എത്രയാണ്? 49,300 എന്ന് പറഞ്ഞാൽ S4ന്റെ ഭാഗത്തേക്കും വരാം. ഓർത്തോളൂ. അപ്പൊ ഞാൻ S4 പറയണം, മാർക്കറ്റ് താഴേക്ക് അടിക്കുന്നതുകൊണ്ടാണ് S4 പറയുന്നത്, അല്ലെങ്കിൽ S4ന്റെ ആവശ്യമില്ല. സോ 50,060 ബെയറിഷ് റഫറൻസ്. അതിന് താഴെ ഫസ്റ്റ് ടാർഗറ്റ് 49,925, സെക്കൻഡ് ടാർഗറ്റ് 49,710, തേർഡ് ടാർഗറ്റ് 49,514, ഫോർത്ത് ടാർഗറ്റ് 49,300. ഇനി മുകളിലോട്ട് പോകണമെങ്കിൽ ഫസ്റ്റ് റഫറൻസ് പറയുമ്പോൾ ഓർത്തോടുക, നമുക്ക് ആദ്യം മുകളിലോട്ട് കടക്കേണ്ടത് നമ്മുടെ ഇന്നലത്തെ നമ്മുടെ വാല്യൂ ഏരിയ ഹൈ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ 50,560. അത് 50,560 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈയെ കുറിച്ച് പറയുള്ളൂ. എത്രയാണ്? 50 നമ്മളെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ 50,560. അതിന് മുകളിൽ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് അടിക്കും. ഓർത്തോളൂ, 50,560 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50,663. ഫസ്റ്റ് ടാർഗറ്റ് 50,663.
അല്ല 50,660 മുതൽ അത് മാറിയായിരുന്നു. 50,740 ഓർത്തോളൂ, 50,740 നമ്മളെ സംബന്ധിച്ചുള്ള R1. സോ R1 50,740. 50,740 മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് നമ്മുടെ ഈ POC ആയ 50,882. 50 R2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 50,882. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് ഈ ഒരു LVN സോണായ 51,025. എത്രയാണ്? 51,025. 51,025. ഓർത്തോളൂ, ഇതാണ് നമ്മളെ R3. സോ ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് R3 വരെ വരച്ച വേറെ ഒന്നും കൊണ്ടല്ല, മാർക്കറ്റ് മൂവ്മെന്റ് വരെയുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ മുകളിലോട്ട് പോവാം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ മനസ്സിൽ ഓർക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് R3യും കൂടെ ബാങ്ക് നിഫ്റ്റിക്ക് വരച്ചത്. പുറത്തുള്ള ബുള്ളിഷ് റെഫറൻസും ബെയറിഷ് റെഫറൻസും കൃത്യമായി നിങ്ങളുടെ ചാനലിൽ മാർക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, ട്രേഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഇവർക്കൂടെ നന്ദി പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എന്റെ പേര് വിഷ്ണുഗുപ്തൻ. സോ നിങ്ങൾ ഈ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്യുക, ട്രേഡ് ചെയ്യുക. നമ്മുടെ ലൈവ് മെന്റർഷിപ്പ്, ലൈവ് ട്രേഡിംഗ് റൂമിലേക്ക് നിങ്ങൾക്ക് വരണം. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന കാര്യം നമ്മുടെ ടീമിൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന സെയിം ട്രേഡ് ചെയ്യുന്ന കോപ്പി ചെയ്ത് ട്രേഡ് ചെയ്യണം താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് റൂമിലേക്ക് വരിക, നിങ്ങൾ ട്രേഡ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.